ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പവർ ട്രാൻസ്മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെയിൻ ഡ്രൈവുകളെക്കുറിച്ചും റോപ്പ് ഡ്രൈവുകളെക്കുറിച്ചുമായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ടും ആ ടോപ്പിക്കുകളിൽ പറയാത്ത കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇൻ റോളർ ചെയിൻ ദ ബുഷ് ആൻഡ് ദ പിൻ ഫോം. ഒരു റോളർ ചെയിനിൽ ബുഷും പിന്നും ഫോം ചെയ്യുന്നത് എന്ത് ടൈപ്പ് ജോയിന്റ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നമ്മൾ ചെയിൻ ഡ്രൈവ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് ചെയിനുകളിൽ ഉള്ള ഒന്നാമത്തെ ടൈപ്പായിരുന്നു എന്ത് റോളർ ചെയിൻ എന്നുള്ളത്. റോളർ ചെയിൻ്റെ പ്രത്യേകത ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുക, റോളർ ചെയിൻ ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ഒരു ലിങ്ക് എന്ന് പറയുന്നത് ആ ഒരു ലിങ്കിൽ രണ്ട് ഇന്നർ പ്ലേറ്റുകളും രണ്ട് ബുഷും രണ്ട് റോളേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. രണ്ട് ലിങ്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആ പിൻ എന്ത് ചെയ്യും, ഈ ബുഷിനകത്തോടെ ഇട്ടിട്ട് എക്സ്റ്റേണൽ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ജോയിന്റ് എന്ന് പറയുന്നത് സ്വിവൽ ജോയിന്റ് ആണ്. നമ്മൾ ചെയിൻ സർവേയിലൊക്കെ നമ്മളുടെ ചെയിനിന്റെ ഹാൻഡിലും ലിങ്കും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സ്വിവൽ ജോയിന്റ് ആണ്. ഈ സ്വിവൽ ജോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട് എന്ത് ചെയ്യും മറ്റൊരു പാർട്ടിനെ അപേക്ഷിച്ച് റിലേറ്റീവ് മോഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് എന്ത് സ്വിവൽ ജോയിന്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക, ഇവിടെ ഇതിനകത്തൂടെ പിന്ന് ഇട്ട് എക്സ്റ്റേണൽ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഈ ഒരു ബുഷിന് ഫ്രീ ആയിട്ട് ഈ പിന്നിന് റിലേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് എന്ത് ആക്ച്വലി സ്വിവൽ ജോയിന്റ് എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് റോളർ ജോയിന്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്താണ്, സ്വിവൽ ജോയിന്റ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു ലൂസ് എ ചെയിൻ കോസ് വൈബ്രേഷൻ കോൾഡ്. വളരെ ലൂസായിട്ടുള്ള ഒരു ചെയിന് കോസ് ചെയ്യുന്ന വൈബ്രേഷന് നമ്മൾ പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വിപ്പിംഗ് എന്നാണ്. വിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ലിങ്കുകൾ സ്ട്രെച്ച് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെയിന് ലൂസാവും. അതല്ലെങ്കിൽ സ്പ്രോക്കറ്റുകളുടെ അലൈൻമെന്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ചെയിന് ലൂസാവും. ഇങ്ങനെ ചെയിൻ ലൂസായിട്ട് വൈബ്രേഷൻ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ വിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ഫോർ ചെയിൻ ഡ്രൈവ്. ചെയിൻ ഡ്രൈവുകൾക്ക് സ്യൂട്ടബിൾ അല്ലാത്ത അല്ലെങ്കിൽ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം, അത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ, നോ സ്ലിപ്പ് ടേക്സ് പ്ലേസ്. നമുക്ക് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചെയിൻ ഡ്രൈവുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ലിപ്പ് ഉണ്ടാവുന്നില്ല. കാരണം ചെയിൻ ഡ്രൈവ് എന്നുള്ളത് എന്താണ്, ഒരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. അറൌണ്ട് 98% ഓഫ് എഫിഷ്യൻസി കിട്ടുന്ന ഒരു ഡ്രൈവ് കൂടിയാണ് ചെയിൻ ഡ്രൈവ് എന്നുള്ളത്. സോ ആ പോസിറ്റീവ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അവിടെ സ്ലിപ്പോ ക്രീപ്പോ സംഭവിക്കുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ ആണ്. രണ്ടാമത്തത്, അബ്സോർബ് എ റിലേറ്റീവ്ലി ഗ്രേറ്റർ ഷോക്ക് ലോഡ് ദാൻ ഗിയർ ഡ്രൈവ്. ഗിയർ ഡ്രൈവുകളെക്കാളും എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ അധികം ഷോക്ക് ലോഡുകളെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവ് ആണ് ചെയിൻ ഡ്രൈവ് എന്നുള്ളത്. അതും ശരിയാണ്. ഗിയർ ഡ്രൈവുകൾക്ക് ഷോക്ക് ലോഡുകളെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന കഴിവിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയിൻ ഡ്രൈവുകൾക്ക് ഷോക്ക് ലോഡുകളെ അബ്സോർബ് ചെയ്യാൻ കഴിയും. കാരണം അത് എന്താണ്, ചെയിൻ ഒരു രണ്ട് സ്പ്രോക്കറ്റുകളും തമ്മിൽ ഒരു സർട്ടൺ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല അത് ചെയിനുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിന് ഷോക്ക് ലോഡുകളെ അബ്സോർബ് ചെയ്യാൻ കഴിയും. ദെൻ ലെസ് നോയ്സി ദാൻ എ ബെൽറ്റ് ഡ്രൈവ്. ബെൽറ്റ് ഡ്രൈവുകളെക്കാളും സൗണ്ട് കുറവാണ് ചെയിൻ ഡ്രൈവിന് എന്നുള്ളതാണ്. അത് ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ചെയിൻ ഡ്രൈവുകൾക്ക് സൗണ്ട് കൂടുതലാണ്. പ്രത്യേകിച്ച് റോളർ ചെയിൻ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സൗണ്ട് കൂടുതലാണ്. എന്നാൽ ഈ സൗണ്ട് കൂടുതലായിട്ടുള്ള ഈ റോളർ ചെയിനുകളിൽ നിന്ന് സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈലന്റ് ചെയിനുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ടൂത്ത് ചെയിനുകൾ ഉപയോഗിക്കുന്നത്. അതിനെന്താണ്, സൗണ്ട് കുറവാണ്. പക്ഷെ ബെൽറ്റ് ഡ്രൈവുകളെ അപേക്ഷിച്ച് നോയ്സ് കൂടുതലാണ് ആക്ച്വലി ചെയിൻ ഡ്രൈവുകൾക്ക്. ദെൻ നെക്സ്റ്റ് ഈസ് മോർ കോമ്പാക്ട് ദാൻ ബെൽറ്റ് ഡ്രൈവ്. ബെൽറ്റ് ഡ്രൈവുകളെക്കാളും കോമ്പാക്റ്റഡ് ആയിട്ടാണ് എന്തുള്ളത്, ചെയിൻ ഡ്രൈവ് ഉള്ളത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം മറ്റേതിന് ആവശ്യമായിട്ടുള്ള സ്പേസിന്റെ അത്രയും എന്ത് വേണ്ടി വരില്ല, ചെയിൻ ഡ്രൈവുകൾക്ക് ആവശ്യമായിട്ട് വരില്ല. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ കോഡിംഗ് ഓഫ് റോപ്പ് ഡ്രൈവ് 6/7 റോപ്പ് ഇൻഡിക്കേറ്റ്സ്. ഒരു റോപ്പിനെ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ 6/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റോപ്പ് ഫോം ചെയ്യുന്നത് നമ്പർ ഓഫ് സ്ട്രാൻഡുകൾ ട്വിസ്റ്റ് ചെയ്തിട്ടാണ്. ഒരു സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് നമ്പർ ഓഫ് വയറുകൾ ട്വിസ്റ്റ് ചെയ്തിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ റോപ്പുകളെ എപ്പോഴും കോഡ് ചെയ്യുമ്പോൾ അതിൽ 6/7 എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 6 നമ്പർ ഓഫ് സ്ട്രാൻഡ്സും 7 നമ്പർ ഓഫ് റോപ്പുമാണ്. അതായത്
6 നമ്പർ ഓഫ് സ്ട്രാൻഡുകൾ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഒരു റോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ 7 നമ്പർ ഓഫ് വയേഴ്സ് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഒരു സ്ട്രാൻഡ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസർ എന്താണ്? 6/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആൻഡ് 7 നമ്പർ ഓഫ് വയേഴ്സ് എന്നാണ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, സ്ട്രാൻഡുകളാണ്, ഇതിനെ സ്ട്രാൻഡ് എന്നാണ് പറയുക. സോ ഈച്ച് സ്ട്രാൻഡ് ഈസ് ട്വിസ്റ്റഡ് ബൈ സം വയേഴ്സ് അല്ലേ, ഒരുപാട് വയറുകൾ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് സ്ട്രാൻഡുകൾ ഫോം ചെയ്തിട്ടുള്ളത്. സോ 6/7 എന്ന് പറഞ്ഞാൽ 6 സ്ട്രാൻഡ്സും 7 വയറുകളുമാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പർപ്പസ് ഓഫ് ആൻ ഐഡ്ലർ ഗിയർ ഈസ്. ഒരു ഐഡ്ലർ ഗിയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഗിയർ ട്രെയിനുകളിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഐഡ്ലർ ഗിയർ ഉപയോഗിക്കുന്നത്. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഗിയേഴ്സ് എന്ത് ചെയ്യുക, അടുപ്പിച്ചടുപ്പിച്ച് വെക്കുന്നതിനെയാണ് നമ്മൾ ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ഒരു കോമ്പിനേഷൻ ഓഫ് ഗിയേഴ്സിനെ പരസ്പരം അടുപ്പിച്ച് വെച്ചുകൊണ്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഗിയർ ട്രെയിൻ എന്നുള്ളത്. ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് ഗിയറുകളെ വെച്ച് എന്ത് ചെയ്യുക, പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. സോ അതാണ് ഗിയർ ട്രെയിൻ. എന്തിനാണ് ഐഡ്ലർ ഗിയർ വെക്കുന്നത്? ഐഡ്ലർ ഗിയർ ഉപയോഗിക്കുന്നത് സിമ്പിൾ ഗിയർ ട്രെയിനുകളിലാണ്. സിമ്പിൾ ഗിയർ ട്രെയിനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഷാഫ്റ്റും ഒരു ഗിയറിനെയാണ് ക്യാരി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ഗിയറിനെ ക്യാരി ചെയ്യും, ഇവിടെ ഒരു ഷാഫ്റ്റ് അത് ഒരു ഗിയറിനെ ക്യാരി ചെയ്യും, ഇവിടുത്തെ ഒരു ഷാഫ്റ്റ് അടുത്ത ഗിയറിനെ ക്യാരി ചെയ്യും. ഓരോ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള, ഇപ്പൊ ഇവിടെ എ എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും, എ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡ്രൈവർ ഷാഫ്റ്റ് ആണ്, എ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഗിയർ ആണ്, സി എന്ന് പറയുന്ന ഒരു ഡ്രിവൺ ഗിയർ ആണ്. ഇതിന്റെ രണ്ടിന്റെയും സെൻട്രലായിട്ട് വെച്ചിട്ടുള്ള ബി എന്ന് പറഞ്ഞ ഗിയർ പ്രത്യേകിച്ച് എന്തില്ല, വെലോസിറ്റിയിലോ അല്ലെങ്കിൽ പവറിലോ ഒന്നും ഒരു ഇഫക്റ്റ് ഇല്ല. അപ്പൊ ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഗിയറുകൾ ഒരേ സമയത്ത് തന്നെ ഡ്രൈവറായിട്ടും ഒരേ സമയത്ത് തന്നെ ഡ്രിവൺ ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നിന്റെ ഡ്രൈവർ ആകുമ്പോൾ മറ്റേതിന്റെ ഡ്രിവൺ ഗിയർ ആണ് എന്താ ആക്ച്വലി ഈ ബി എന്ന് പറഞ്ഞ ഗിയർ. അപ്പൊ ബി എന്ന് പറഞ്ഞ ഗിയർ ശരിക്കും ഐഡ്ലർ ആണ്, പ്രത്യേകിച്ച് അതിന് യൂസ് ഒന്നുമില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡ്ലർ ഗിയറുകൾ ഉപയോഗിക്കുന്നത്? ഐഡ്ലർ ഗിയർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡ്രിവൺ ഗിയറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഐഡ്ലർ ഗിയർ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് കാണാം, എയും ബിയും നമ്മൾ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ എ ഒരു ഡയറക്ഷനിലും ക്ലോക്ക് വൈസിലും അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിലും, സി എന്നുള്ളത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. എന്നാൽ ഇതിനിടയ്ക്കായിട്ട് ബി എന്ന് പറഞ്ഞൊരു ഗിയറിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ രണ്ടും എയും സിയും ഒരേ ഡയറക്ഷനിലേക്ക് തിരിക്കാൻ നമുക്ക് സാധിക്കും. സോ അതാണ് ഐഡ്ലർ ഗിയറിന്റെ പർപ്പസ് എന്നുള്ളത്. സോ പർപ്പസ് ഓഫ് ദ ഐഡ്ലർ ഗിയർ ഈസ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദി റൊട്ടേഷൻ. ഒരു സിമ്പിൾ ഗിയർ ട്രെയിനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു ഫോം ചെയ്യുന്നത്. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ ഗിയറിന്റെ ഒരു ഡ്രിവൺ ഗിയറിന്റെ ഇടയ്ക്കായിട്ട് ഒരു ഐഡ്ലർ ഗിയർ ഉണ്ടാവും. ഇനിയും എന്ത് ചെയ്യാൻ, ഗിയേഴ്സിനെ കണക്ട് ചെയ്ത് പോകും. അത് എന്താണ്, ഒരു സിമ്പിൾ ഗിയർ ട്രെയിൻ ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, അതായത് നമ്പർ ഓഫ് ഐഡ്ലർ ഗിയേഴ്സിന്റെ എണ്ണം ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഗിയറും ഡ്രിവൺ ഗിയറും റൺ ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലേക്കായിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ ഒറ്റ ഐഡ്ലർ ഗിയർ ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എയും സിയും റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലേക്കായിരിക്കും. എന്നാൽ ഐഡ്ലർ ഗിയറിന്റെ എണ്ണം ഈവൻ ആവുകയാണെന്നുണ്ടെങ്കിൽ 2, 4 അല്ലെങ്കിൽ 6 ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഗിയറും ഡ്രിവൺ ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ അത് ഓർത്ത് വെക്കുക, ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ദ ആക്സിസ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഗിയർ ആർ. ഒരു റിവേർട്ടഡ് ഗിയർ ട്രെയിനിൽ ഫസ്റ്റ് ഗിയറിന്റെയും ലാസ്റ്റ് ഗിയറിന്റെയും ആക്സിസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറയാം. റിവേർട്ടഡ് ഗിയർ ട്രെയിനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിയർ ട്രെയിനിന്റെ ഡ്രൈവർ ഗിയറിന്റെയും ഡ്രിവൺ ഗിയറിന്റെയും ആക്സിസ് ഒരേ ലൈനിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത് കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ കോയാക്സിയൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഈ ഫിഗറിൽ നോക്കുക, ഈ ഫിഗറിൽ ഇത് എന്താണ്, ഒരു ഡ്രൈവർ ഗിയർ ആണ്. ആ ഡ്രൈവർ ഗിയർ ഇവിടെ ഉള്ള ഒരു ഗിയറിനെ ഡ്രിവൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഡ്രിവൺ ഗിയർ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു അതേ ഷാഫ്റ്റിൽ തന്നെ വേറൊരു ഗിയർ ഇരിക്കുന്നുണ്ട്. സോ ഇതിന്റെ റൊട്ടേഷൻ എന്ത് ഇതിനെയും ബാധിക്കുന്നു. സോ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഡ്രിവൺ ഗിയറിലേക്കാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഡ്രിവൺ ഗിയർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഷാഫ്റ്റിന്റെയും ഫസ്റ്റ് ഗിയറിന്റെ ആക്സിസും അവസാനം വരുന്ന ഗിയറിന്റെ ആക്സിസും ഒരേ ലൈനിലാണ് ഇപ്പൊ വന്ന് മീറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല, പക്ഷെ എന്താണ്, ഇത് രണ്ടും ഒരേ ആക്സിസിലാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഗിയേഴ്സിനെയാണ് നമ്മൾ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ഈ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗിയറിനും മറ്റ് ഗിയറും തമ്മിലുള്ള സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവേർട്ടഡ് ഗിയർ ട്രെയിനുകൾ ഉപയോഗിക്കുന്നത്.
റിവേർട്ടഡ് ഗിയർ ട്രെയിനിൽ ഫസ്റ്റ് ഗിയറിൻ്റെയും അതേപോലെ തന്നെ ലാസ്റ്റ് ഗിയറിൻ്റെയും മോഷൻ ഒരേപോലെ ആയിരിക്കും. ഓക്കെ, ഇത് കൂടുതലായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്ന ഓട്ടോമോട്ടീവ് ട്രാൻസ്മിഷനുകളിൽ, അതേപോലെ തന്നെ ലെയ്ത്ത് ബാക്ക് ഗിയേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ഗിയർ സിസ്റ്റം ഏതാണ്, ഗിയർ ഡ്രൈവ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതിന് ആൻസർ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ആണ്. ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ആണ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലിലൊക്കെ സ്പീഡ് റെഡ്യൂസർ ആയിട്ടൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ റിവേർട്ടഡ് ഗിയർ ട്രെയിനിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സ്പീഡ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലോക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗിയർ ട്രെയിൻ എന്നുള്ളത് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഗിയർ ട്രെയിൻ ഇൻ വിച്ച് ആക്സിസ് ഓഫ് ദ ഗിയേഴ്സ് ഹാവ് മോഷൻ ആർ കോൾഡ്. ഒരു ഗിയർ ട്രെയിനിൽ ഗിയേഴ്സിന്റെ ആക്സിസിന് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമ്മൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ഒരു ഗിയറാണ്, ഇത് ഗിയറാണ്, ഇത് ഗിയറാണ്, ഇതും ഗിയറാണ് അല്ലേ. ഇതിനൊക്കെ ആക്സിസുകൾ ഉണ്ടാവും. പക്ഷേ ഈ ആക്സിസ് എന്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഒരു ഇന്റേണൽ ഗിയറാണ്. നമുക്കറിയാം, ഒരു ഗിയറിന് അകത്തായിട്ടാണ് മറ്റ് ഗിയേഴ്സ് മെഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇന്റേണൽ ഗിയേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഗിയറാണ്. ഈ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സെൻറ്ററിൽ ഒരു ഗിയർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സൺ ഗിയർ എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് കാണാം, സൺ ഗിയർ എന്ന് പറയും. ബാക്കിയുള്ളതിനെ ആ സണ്ണിൻ്റെ ചുറ്റും തിരിയുന്ന പ്ലാനറ്റുകളെ പോലെ ഇതിനെ നമ്മൾ പ്ലാനറ്റ് ഗിയേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഷാഫ്റ്റുകൾ ഉണ്ടാവും. ആ ഷാഫ്റ്റിനും എന്തുണ്ടാവും, മൂവ്മെന്റ് ഉണ്ടാവും അല്ലേ. ഇത് തിരിയുന്നതിനനുസരിച്ച് ഷാഫ്റ്റിനും മൂവ്മെന്റ് ഉണ്ടാവും. സോ ഇങ്ങനെ ഗിയറിന്റെ ആക്സിസുകൾ മോഷനിലുള്ള ഗിയർ ട്രെയിൻ ആണ് ആക്ച്വലി എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ പറയാനുള്ളത് ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണ്. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഗിയേഴ്സ്, രണ്ടോ അതിലധികമോ ഗിയേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുക. അങ്ങനത്തേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗിയർ വേറെ ഒരു ഗിയറിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതേ ഷാഫ്റ്റിൽ തന്നെ മറ്റൊരു ഗിയർ ഉണ്ടാവും. ആ ഗിയർ അടുത്ത ഗിയറിനെ കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ബെൽറ്റ് ഡ്രൈവിൽ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് പറഞ്ഞ പോലെ തന്നെയാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിനും വരുന്നത്. ഈ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിന്റെ മറ്റൊരു പേരാണ് പ്ലാനറ്ററി ഗിയർ ട്രെയിൻ. അതെന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സണ്ണിന്റെ ചുറ്റും തിരിയുന്ന പ്ലാനറ്റുകൾ പോലെയാണ് എന്തുള്ളത്, അതിൽ ഗിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആ സൺ ഗിയറിന്റെ ആക്സിസ് എന്തായിരിക്കും, ഒരു ഫിക്സഡ് ആക്സിസ് ആയിരിക്കും. ഫിക്സഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഉണ്ടാവുക. ആ ആക്സിസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് തിരിയുള്ളൂ. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഗിയേഴ്സ് തിരിയുന്നുണ്ടാവുക. ഇങ്ങനെ ഒരു ഗിയർ ട്രെയിനിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വെലോസിറ്റി റേഷ്യോ നമുക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗിയർ ട്രെയിൻ കൂടിയാണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്നുള്ളത്. ഓട്ടോമൊബൈൽ ഡിഫറൻഷ്യൽ മെക്കാനിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനുകളാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ ദ പിച്ച് ഓഫ് എ ചെയിൻ ആൻഡ് ദ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ദ സ്പ്രോക്കറ്റ് ഡി ഈസ്. ഒരു ചെയിനിന്റെ പിച്ചും അതേപോലെ തന്നെ പിച്ച് സർക്കിൾ ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ, ഒരു ചെയിൻ ഡ്രൈവിൽ പിച്ചും അതേപോലെ തന്നെ സ്പ്രോക്കറ്റിന്റെ പിച്ച് സർക്കിൾ ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം, പിച്ച് ഓഫ് എ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് പിൻ ജോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി പിച്ച് എന്ന് പറയുന്നത് അല്ലെ. അഡ്ജസന്റ് ആയിട്ട് വരുന്ന രണ്ട് ലിങ്കുകളുടെ പിൻ ജോയിന്റുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ പിച്ച് എന്ന് പറയുന്നത്. പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പിച്ച് സർക്കിൾ പോലെ തന്നെയാണ് സ്പ്രോക്കറ്റിന്റെയും പിച്ച് സർക്കിൾ വരുന്നത്. ആൻഡ് ടി ഈസ് ദി നമ്പർ ഓഫ് ടീത്ത് ഇൻ ദ സ്പ്രോക്കറ്റ്. ആ സ്പ്രോക്കറ്റിലുള്ള ടീത്തിന്റെ എണ്ണമാണ് ടി എന്നുള്ളത്. പിച്ച് സർക്കിളും പിച്ച് സർക്കിൾ ഡയമീറ്ററും അതേപോലെ തന്നെ സ്പ്രോക്കറ്റിലുള്ള നമ്പർ ഓഫ് ടീത്തും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ദറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു ഡി സൈൻ 180 ഡിഗ്രി ബൈ ടി. പി ഈസ് ഈക്വൽ ടു ഡി സൈൻ 180 ഡിഗ്രി ബൈ ടി എന്നുള്ളതാണ്. പി എന്ന് പറഞ്ഞാൽ പിച്ച് ഡിസ്റ്റൻസ് ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ്. ആൻഡ് ടി ഈസ് ദി നമ്പർ ഓഫ് ടീത്ത് ഇൻ ദ സ്പ്രോക്കറ്റ്. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ചെയിൻ ഈസ് യൂസ്ഡ് ഓൺ ഹൈ സ്പീഡ് വിത്തൗട്ട് സൗണ്ട്. സൗണ്ട് ഇല്ലാതെ ഹൈ സ്പീഡ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ചെയിൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ സൈലന്റ് ചെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ടൂത്ത് ചെയിൻ എന്ന് പറയും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. നമ്മൾ സാധാരണയായിട്ട് റോളർ ചെയിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതാണ് എന്ത്, ആക്ച്വലി സൗണ്ട് ഉണ്ടാവുക എന്നുള്ളത്. ബെൽറ്റ് ഡ്രൈവുകളെക്കാളും നോയ്സി ആണ് ആക്ച്വലി ഒരു ചെയിൻ ഡ്രൈവ് എന്നുള്ളത്. സോ ഈ ഒരു ഡിഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു സൈലന്റ് ചെയിൻ പ്രൊവൈഡ് ചെയ്തല്ലോ. സൈലന്റ് ചെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടീത്ത് സീരീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒറ്റ ഇതിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. രണ്ട് ഇന്നർ പ്ലേറ്റുകളുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്യും, ഒരുപാട് നമ്പർ ഓഫ് ടീത്തുകൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ 17 എണ്ണമാണ് നമ്മൾ മോഡറേറ്റ് സ്പീഡിന് പ്രൊവൈഡ് ചെയ്യുക, 21 എണ്ണമാണ് ഹൈ സ്പീഡിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. നമ്പർ ഓഫ് ടീത്ത് യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടീത്തുകളുടെ എണ്ണമാണ്. സോ ഇങ്ങനെ ഹൈ സ്പീഡിന് സൗണ്ട് ഇല്ലാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, സൈലന്റ് ചെയിൻ ആണ്. എന്തുകൊണ്ടാണ് ഇതിന് സൗണ്ട് ഇല്ലാതെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇൻവേർട്ടഡ് ടൂത്ത് ഷേപ്പാണ്. ആ ഷേപ്പ് പെട്ടെന്ന് എന്ത് ചെയ്യും, സ്പ്രോക്കറ്റുകളിലേക്ക് ലിങ്ക് ആവുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സൗണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇൻവേർട്ടഡ് ടൂത്ത് ചെയിനുകളെ സൈലന്റ് ചെയിൻ എന്നും വിളിക്കുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പീഡ് റേഷ്യോ ഓഫ് ഗിയർ ട്രെയിൻ ഈസ്, ഒരു ഗിയർ ട്രെയിനിന്റെ സ്പീഡ് റേഷ്യോ തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് റേഷ്യോ ഓഫ് എ ഗിയർ ട്രെയിൻ. എന്താണ് സ്പീഡ് റേഷ്യോ? സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ സ്പ്രോക്കറ്റ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഡ്രിവൺ സ്പ്രോക്കറ്റ് ആണ്. ശരിക്കും മനസ്സിലാക്കുക, സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഡ്രിവൻ ആണ്. ഇനി വാട്ട് ഈസ് ട്രെയിൻ വാല്യൂ, അതും കൂടെ പഠിച്ചു വെക്കുക. ട്രെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ഡ്രിവൺ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്പീഡ് റേഷ്യോയുടെ ജസ്റ്റ് റെസിപ്രോക്കൽ ആണ് ആക്ച്വലി ട്രെയിൻ വാല്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം സ്പീഡ് റേഷ്യോ ഓഫ് എ ഗിയർ ട്രെയിൻ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി ട്രെയിൻ വാല്യൂ. ട്രെയിൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ഡ്രിവൺ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ ആണ്. സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ ടു ദി സ്പീഡ് ഓഫ് ദി ഡ്രിവൺ ആണ്. സോ സ്പീഡ് റേഷ്യോ വിൽ ബി ദി റെസിപ്രോക്കൽ ഓഫ് ദി ട്രെയിൻ വാല്യൂ. ഓക്കെ, ഇനി സ്പീഡിന്റെ ടേംസിൽ മാത്രമല്ല, ടീത്തിന്റെ ടേംസിലും നമുക്ക് സ്പീഡ് റേഷ്യോനെയും അതേപോലെ തന്നെ ട്രെയിൻ വാല്യൂവും പറയാം. എങ്ങനെയാണ് നമ്മൾ പറയാം? നമ്പർ ഓഫ് ദി ഡ്രിവൺ അല്ലേ, നമ്മൾ സ്പീഡും ടീത്തും തമ്മിൽ ശരിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണുള്ളത്. ദാറ്റ് ഈസ് സ്പീഡ് റേഷ്യോ സ്പീഡ് ഓഫ് ഡ്രൈവർ ഡിവൈഡ് ബൈ ഡ്രിവൺ ആയിരുന്നു. എന്നാൽ നമ്പർ ഓഫ് ടീത്തിന്റെ കേസ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് ടീത്ത് ഓഫ് ഡ്രിവൺ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓഫ് ഡ്രൈവർ ആണ് വരിക. ഓക്കെ, ട്രെയിൻ വാല്യൂ ആണെങ്കിൽ അതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ വരും. ഇനി കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എടുക്കുകയാണെങ്കിൽ അവിടെ ട്രെയിൻ വാല്യൂ എന്താണ്? സ്പീഡ് ഓഫ് ദി ലാസ്റ്റ് ഡ്രിവൺ ഗിയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഫസ്റ്റ് ഡ്രൈവർ ഗിയർ എന്നുള്ളതാണ്. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എടുക്കുകയാണെങ്കിൽ സ്പീഡ് ഓഫ് ദി ലാസ്റ്റ് ഡ്രിവൺ ഗിയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഫസ്റ്റ് ഡ്രൈവർ ഗിയർ എന്നുള്ളതാണ് വരിക. റിവേർട്ടഡ് ഗിയർ ട്രെയിനും കോമ്പൗണ്ട് ഗിയർ ട്രെയിനും ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത്, ട്രെയിൻ വാല്യൂ കൊടുക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സീരീസ് ഓഫ് ഗിയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നിലധികം ഗിയേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റും ലാസ്റ്റും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പറയണം. ട്രെയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദി ലാസ്റ്റ് ഡ്രിവൺ ഗിയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഫസ്റ്റ് ഡ്രൈവർ ഗിയർ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് സ്പീഡ് റേഷ്യോ എന്നുള്ളത്. സോ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.